കിഫ്ബി എന്ത് തെറ്റാ ചെയ്തു? 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ നാടിന്റെ മുന്നിൽ നിരവധി ആവശ്യങ്ങളാണ് കിടക്കുന്നത്. നമ്മുടെ നാടിന്റെ സാമ്പത്തിക നില വെച്ച് പരിഹാരം കാണാൻ വലിയ പ്രയാസം. കാരണം അത്ര വലിയ സാമ്പത്തിക ശേഷി നമുക്കില്ല. അപ്പോ പുതിയ ധനസ്രോതസ് കാണും. അതിനാണ് കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചത്. ബജറ്റിലൂടെ അല്ലാതെ കുറേ കാര്യങ്ങൾ നടക്കണം. ഇപ്പോ എവിടെ തിരിഞ്ഞു നോക്കിയാലും കിഫ്ബിയുടെ സഹായത്തോടെ ഉയർന്നു വന്ന പ്രതീകങ്ങൾ കാണാൻ കഴിയില്ലേ? സ്കൂള്, ആശുപത്രി, നാട്ടിലെ വിവിധ പദ്ധതികൾ എല്ലാം. അന്നത്തെ ധനമന്ത്രി എന്ന നിലക്ക് തോമസ് ഐസക് പറഞ്ഞു, ഈ ഗവൺമെന്റിന്റെ കാലാവധിക്കുള്ളിൽ കിഫ്ബി മുഖേന 50,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഏറ്റെടുക്കുന്നത്. 50,000 കോടി രൂപയുണ്ട്. 21 ആ സർക്കാരിന്റെ കാലാവധി അവസാനിച്ചു. എത്രയാ ഏറ്റെടുത്ത പദ്ധതി? 50 അല്ല, 62,000 കോടി. ഇപ്പൊ അത് 80,000 കഴിഞ്ഞു. കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ സ്ഥാപനം വഹിച്ച പങ്കില്ലേ? അതിന് എന്തിന്റെ മേലെയാണ് ഇപ്പോ കുതിര കയറാൻ പുറപ്പെടുന്നത്? നമ്മുടെ ലണ്ടൻ ആസ്ഥാനമായ മസാല ബോണ്ട് വാങ്ങി എന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടേതുപോലൊരു സംസ്ഥാനം എത്ര വലിയ സാമ്പത്തിക അച്ചടക്കം പാലിച്ച് സാമ്പത്തിക ക്രമീകരണത്തിലൂടെ ഈ കിഫ്ബി എന്ന സ്ഥാപനത്തിന് മസാല ബോണ്ട് വാങ്ങാൻ കഴിഞ്ഞു എന്നത് അങ്ങേയറ്റം പ്രശംസിക്കപ്പെടേണ്ട കാര്യമല്ലേ? ആരെങ്കിലും ചെന്നാൽ പെട്ടെന്ന് കിട്ടുന്നതാണോ മസാല ബോണ്ട്? അതിനെന്തെല്ലാം കടമ്പകൾ, എന്തെല്ലാം വ്യവസ്ഥകൾ, ഏതെല്ലാം തരത്തിലുള്ള പരിശോധന, അതെല്ലാം റിസർവ് ബാങ്കാണ് നടത്തേണ്ടത്. റിസർവ് ബാങ്കിന്റെ എല്ലാ കടമ്പകളും കാണും. ആ അനുമതിയോടെയാണ് മസാല ബോണ്ട് വാങ്ങുന്നത്. മസാല ബോണ്ട് വാങ്ങി ചെലവിടുന്നത് എന്തിനൊക്കെ ആ പദ്ധതികളുടെ വിശദാംശം റിസർവ് ബാങ്കിന് കൊടുക്കുകയാണ്. ആ പണം ചെലവഴിച്ചു, അതിന്റെ കാലാവധി കഴിഞ്ഞു. ആ പണം മുഴുവൻ ഒരു പയ്യും ഒഴിയാതെ തിരിച്ചടച്ചു. ഇതെല്ലാം നടന്നത്. എന്നിട്ടും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്വേഷണ ഏജൻസി വന്നിരിക്കുന്നത്. അന്വേഷണ ഏജൻസി വരുമ്പോൾ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഇത്, എന്താണ് നിങ്ങൾ വൈകിയത് എന്നാണ് നിലപാട്. ഇപ്പോ ഈ കഴിഞ്ഞ 31-ാം തീയതിക്ക് ശേഷം കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിഷേധിച്ചിട്ടുള്ള കോൺഗ്രസ് അടക്കം പങ്കെടുത്ത റാലിക്ക് ശേഷം അപ്പോഴും പ്രതിപക്ഷ നേതാവ് ഇതേ സ്വരം, എത്ര ഹീനമായ ഭാഷയിലാണ് സഖാവ് ഐസക്കിനെ അദ്ദേഹം ആക്ഷേപിച്ചത്. ഈ നാടിന്റെ ദുർഗതിക്ക് കാരണം അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കാണ് എന്നാണ് പറഞ്ഞത്. ഈ നാട് ഇന്ന് കാണുന്ന രീതിയിൽ മെച്ചപ്പെടുന്നതിന് ആ ഗവൺമെന്റ് വഹിച്ച പങ്ക് ആർക്കെങ്കിലും നിഷേധിക്കാനാവും? വളരെ വിശദമായ ഒന്നായതുകൊണ്ട് വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നു. എന്തെല്ലാം പ്രതിസന്ധികളാണ് നാം നേരിട്ടത്? മഹാപ്രളയം, അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ കോവിഡ്, ഒരു ഘട്ടത്തിൽ നിപ്പ, വേറൊരു ഘട്ടത്തിൽ ഓഖി. ഇങ്ങനെ നാടൊക്കെ തകർന്നു പോകുകയായിരുന്നില്ലേ? തകരട്ടെ എന്നല്ലേ ഇക്കൂട്ടർ ആലോചിച്ചത്? ആ ഘട്ടത്തിൽ നാം പറഞ്ഞല്ലോ, ഈ ഘട്ടം വലിയ പ്രതിസന്ധിയുടെ ഘട്ടമാണ്. പക്ഷേ തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല, നമുക്കിതിനെ അതിജീവിക്കണം, അതിജീവിച്ചേ പറ്റൂ.
നാം അതിജീവിച്ചല്ലോ. എന്തുകൊണ്ട്? നാടും നാട്ടുകാരും എല്ലാം നല്ല ഒരുമയോടെയും ഐക്യത്തോടെയും അണിനിരന്നു. അതാണ് കേരളത്തിന്റെ കരുത്ത്. ലോകം അത്ഭുതാതരങ്ങളോട് നോക്കിക്കൊണ്ട് എങ്ങനെ ഈ കൊച്ചു സംസ്ഥാനം ഈ രീതിയിൽ അതിജീവിച്ചു വന്നു എന്നുള്ളത് ലോകത്തിന് മുന്നിൽ തന്നെ അതൊരു മാതൃകയായി മാറി. അതിനെല്ലാം ധനമന്ത്രി എന്ന നിലക്ക് നേതൃത്വം കൊടുത്തവര് സഖാവ് ഐസക്കിന്റെ പങ്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? ഇതല്ലേ നമ്മുടെ നാട്. ആ കാര്യങ്ങളിൽ തകരണമെന്ന് ആഗ്രഹിച്ചവർക്ക് നിരാശയുണ്ടായി, തകർന്നില്ല. അപ്പോ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൂടെ ചേരാനും അവര് തയ്യാറാവുകയാണ്. ഇതാണ് കോൺഗ്രസ് ഇവിടെ സ്വീകരിക്കുന്ന സമീപനം.